Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Job Sara രണ്ടരയുടെ ക്ലാസ്സിൽ കയറൂട്ടാ. രണ്ടരയുടെ ക്ലാസ്സിൽ കയറൂട്ടാ ജോബ് സാറ്. ഓക്കെ, എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഊണ് കഴിഞ്ഞോ എല്ലാവരും? കഴിച്ചു. തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മള് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. അതിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 2 പോയിന്റുകൾ അല്ലെ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെയല്ലേ, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കാം. എന്താണ് ക്ലാസ്സിൽ കുട്ടികൾ കുറവാണല്ലോ, എന്ത് പറ്റി? കുറവാണല്ലോ, സാധാരണ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ടാവാറുണ്ടല്ലോ. വായിച്ചു നോക്കിയോ? ഇത്രയും നമ്മൾ എടുത്ത ഭാഗങ്ങൾ വരെ നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ആണ് അല്ലെ? അപ്പൊ തുടങ്ങാം കേട്ടോ. നമുക്ക് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് നോസോകോമിയൽ ഇൻഫെക്ഷൻ അഥവാ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഓക്കെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് നമുക്ക് അതിനെ പറയാം. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. പിന്നെ എന്ത് പറയാം? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. 3 പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ആ വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം ഹോസ്പിറ്റൽ എന്നാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പൊതുവായിട്ട് കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ്, അതിന്റെ സിംറ്റംസുകള് സമയം വെച്ചിട്ടാണ് നമ്മളത് പറയാറുള്ളത്. പിന്നെ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ പ്രധാനപ്പെട്ട സോഴ്സസുകൾ എന്തൊക്കെയാണ്? പിന്നെ ഇത്തരം ഇൻഫെക്ഷൻസ് വരാൻ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ആളുകള്, സാഹചര്യങ്ങള്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയും അല്ലെ. അതായത് പ്രധാനമായിട്ടും 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പറയുന്ന രോഗാണുക്കള് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ്, രോഗാണു വ്യാപനം അല്ലെ. ഈ വ്യാപനം പ്രധാനമായിട്ടും 5 രീതികളിലാണ് നടക്കുന്നത് അല്ലെ. There are 5 modes of transmissions. ഏതൊക്കെയാണ് 5 മോഡ് ട്രാൻസ്മിഷൻസ്? ഏതൊക്കെയാണ്? ഒന്ന് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ അല്ലെ, ഡയറക്റ്റ് അല്ല, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓക്കെ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. പിന്നെ കോണ്ടാക്റ്റിൽ തന്നെ 2 ഭാഗങ്ങളുണ്ട് അല്ലെ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത് എന്തായിരുന്നു? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ എന്താണ്, നേരിട്ട് ഇൻഫെക്റ്റഡ് വ്യക്തിയുമായിട്ട് നമ്മളൊരു നേരിട്ടൊരു ബോഡി സർഫസ് കോണ്ടാക്ട് വരുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? രോഗാണുക്കള് വ്യാപിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ രോഗിയായിട്ടുള്ള ഒരാളെ നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവരെ കുളിപ്പിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവരെ കിടത്താനും മറ്റും ഒക്കെ സഹായിക്കാം അല്ലെ. നമ്മളൊരു ബൈസ്റ്റാൻഡർ ഒക്കെ ആയിട്ട് പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ബോഡി കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കാം? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് രോഗാണുക്കള് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുക. അതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു ദ ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ്. നേരിട്ട് നമ്മൾ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയിട്ട് കോണ്ടാക്ട് വരുന്നില്ല, പക്ഷെ അവരുപയോഗിക്കുന്ന മറ്റു പല ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകൾ വഴിയായിട്ട് എന്ത് നടക്കുന്നു? ട്രാൻസ്മിഷൻ നടക്കുന്നു അല്ലെ. ഇപ്പൊ ഈ പറയുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അവരുടെ എക്യുപ്മെന്റ്സുകളാവാം, അല്ലെങ്കിൽ ഗ്ലൗസുകളാവാം, നീഡിൽസ് ആവാം, ഇൻസ്ട്രുമെന്റ്സ് ആവാം. അതുവഴിയായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന രോഗാണുക്കള് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉപയോഗിച്ച ഒരു എന്താ പറയാ, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിച്ചൊരു നീഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൗസുകൾ അല്ലെ, അത് മറ്റൊരാളുടെ ടച്ചബിൾ ആയിട്ട് വരികയാണെങ്കിൽ അവരിലേക്ക് ഇൻഫെക്ഷൻ വരും അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ ഈ പറയുന്ന ഡ്രോപ്ലെറ്റ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്നീസിങ്, കഫിങ് ഓർ അങ്ങനെ, അതായത് ചുമയ്ക്കുമ്പോഴ്, തുമ്മുമ്പോഴ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പോലും അറിയാതെ വായുവിലൂടെ നമ്മളിൽ നിന്നും വരുന്ന ചില സ്രവങ്ങളുണ്ട് അല്ലെ, ഡ്രോപ്ലെറ്റ്സുകൾ. ആ ഡ്രോപ്ലെറ്റ്സുകളിൽ എന്തുണ്ടായിരിക്കും? ഈ പറയുന്ന മൈക്രോബ്സ് ഉണ്ടായിരിക്കും അല്ലെ, രോഗാണുക്കൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാസ്കും മറ്റുമൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഡ്രോപ്ലെറ്റ്സുകൾ അതിലേക്ക് എത്തുന്നുണ്ടാവാം. അതിനകത്ത് എന്തുണ്ടാവും? രോഗാണുക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ രോഗാണുക്കൾ സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിനകത്തോട്ട് പ്രവേശിക്കും അല്ലെ. അതാണ് ഇത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് എയർ ബോൺ ട്രാൻസ്മിഷൻ. എന്താണ് എയർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? വായുവിലൂടെയുള്ള രോഗാണു വ്യാപനം. അത് ഇതുപോലെ തന്നെയാണ്, ഡ്രോപ്ലെറ്റ് പോലെ തന്നെയാണ് കേട്ടോ. അതായത് നമുക്കറിയാം, നമ്മളുടെ സ്നീസിങ് ആയിട്ടുള്ള, തുമ്മുമ്പോഴ്, ചുമയ്ക്കുമ്പോഴൊക്കെ പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റുകളുടെ അംശങ്ങള് അല്ലെ, അതിലുള്ള ഡ്രോപ്ലെറ്റുകളുടെ അംശങ്ങൾ, അതിനകത്ത് എന്തുണ്ടാവും? മൈക്രോബ്സ് ഉണ്ടായിരിക്കും അല്ലെ. അതിന്റെ ചില റെസിഡ്യൂസ്, ദാറ്റ് മീൻസ് അതിന്റെ ചില ഭാഗങ്ങള്, അംശങ്ങള് എന്ത് ചെയ്യും? വായുവിൽ കുറെ അധികം സമയം തങ്ങി നിൽക്കും അല്ലെ. എയറിൽ ചിലപ്പോ ഒരുപാട് നേരം തങ്ങി നിൽക്കും, എയറിലാവാം, അല്ലെങ്കിൽ നമ്മുടെ വായുവിലുള്ള ധാരാളം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് അല്ലെ. അതിനകത്തൊക്കെ ഈ പറയുന്ന നമ്മുടെ ഡ്രോപ്ലെറ്റ് റെസിഡ്യൂസ്, അതായത് അതിനകത്ത് മൈക്രോബ്സ് ഉണ്ട് അല്ലെ, രോഗാണുക്കളുണ്ട്. അത് വായുവിന് പൊടിപടലങ്ങളിലും തങ്ങി നിൽക്കുകയും അതിലൂടെ എന്ത് ചെയ്യാണ്? രോഗാണുക്കള് ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ്. അതാണ് എന്ത്? എയർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. Dissemination can be either airborne droplet nuclei. ഇതോടെ ന്യൂക്ലിയ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ചെറിയ പാർട്ടിക്കിൾ ആണ് അല്ലെ. അപ്പൊ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ് that contain microorganisms which remain suspended in the air for long period of time. മനസ്സിലായല്ലോ? ഡ്രോപ്ലെറ്റ്സിന്റെ തന്നെയാണ് ഈ ഡ്രോപ്ലെറ്റിന്റെ ചില അംശങ്ങൾ നമ്മുടെ വായുവിൽ തങ്ങി നിൽക്കും അല്ലെ, കുറെ അധികം സമയം തങ്ങി നിൽക്കുകയും, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിപടലത്തിലൊക്കെ തങ്ങി നിൽക്കുന്നു. അതിൽ എന്തുണ്ടാവും? ഇൻഫെക്റ്റീവ് ഏജൻസ് ഉണ്ടാവും അല്ലെ, രോഗാണുക്കൾ ഉണ്ടാവും. അതുവഴിയായിട്ട് രോഗാണു വ്യാപനം നടക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് വരുന്നത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അപ്പൊ എയർബോൺ ട്രാൻസ്മിഷൻ ഇത്രയേ ഉള്ളൂ. ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ എയർ അല്ലെ, എയറിലുള്ള എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസ് വഴിയായിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ എയർ അങ്ങനെ വ്യാപിക്കുന്നതിനെയാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡിസെമിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സ്പ്രെഡിങ് എന്നാണ് കേട്ടോ, വ്യാപിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡിസെമിനേഷൻ മീനിങ് എന്താണ്? വ്യാപനം എന്നാണ് കേട്ടോ, വ്യാപനം. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. എന്താണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് ലൈക്ക് ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്. എന്താണ് പറയുന്നത്? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എന്തിലൂടെയാണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, മലിനമായിട്ടുള്ള, കോമൺ ആയിട്ടുള്ള വസ്തുക്കൾ. കോമൺ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ചില വസ്തുക്കളുണ്ട് അല്ലെ. അതായത് നമ്മുടെ ഫുഡ് അല്ലെ, ഫുഡ്, അതുപോലെ തന്നെ വാട്ടർ, മറ്റുള്ള മെഡിക്കേഷൻസ്, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അതിലൂടെ എന്ത് നടക്കുകയാണ്? രോഗാണുക്കളുടെ വ്യാപനം നടക്കുകയാണ്. ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം, ഇത് തന്നെയല്ലേ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? ഇത് തന്നെയല്ലേ? അങ്ങനെ ഒരു സംശയം ചിലപ്പോൾ തോന്നാം. അതും എന്താണ്? ഇതുപോലെയുള്ള ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകൾ വഴിയായിട്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പ്രെഡിങ് ആണ് അല്ലെ. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയല്ലേ ഇത്. മൈക്രോ ഓർഗാനിസംസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ കണ്ടാമിനേറ്റഡ് ഐറ്റം. പക്ഷെ എന്താണ് ഒരു വ്യത്യാസം? അത് മനസ്സിലാക്കാം. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കുന്നത് കേട്ടോ. പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ, അതായത് ഇപ്പൊ ഞാനൊരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ, ആ വസ്തുക്കളുമായിട്ട് മറ്റൊരാളെ സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ എന്നിലൂടെ ആ രോഗാണുക്കൾ ആ വസ്തുവിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഉപയോഗിച്ച എന്തെങ്കിലും ക്ലോത്തിങ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തുണ്ട്? എന്റെ ശരീരത്തിലുള്ള രോഗാണുക്കൾ ആ ഒരു ഡ്രസ്സിങ്സിൽ ഉണ്ടായിരിക്കും.
അത് മറ്റൊരാൾ അത് എടുക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിലേക്ക് ആ രോഗാണു പ്രവേശിക്കുക. ഇതിൽ നിന്ന് വേറൊരാളിലേക്ക്, അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അങ്ങനെ ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞ് നടക്കുന്നത്. ഇതിനകത്ത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അതേസമയം കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ കോമൺ വെഹിക്കിൾസിലൂടെയാണ്. കോമൺ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട്, അതായത് ഒരേ സമയം ഒരുപാട് ആളുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതായത് ഇപ്പൊ ഈ പറയുന്ന എന്താ പറയാ വാട്ടർ, വെള്ളം അല്ല, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങള്, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ. അപ്പോ അവിടെ എന്താണ് നടക്കുന്നത്? ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മൾട്ടിപ്പിൾ പീപ്പിളിലേക്ക് ഒരേ സമയം അതേ ടൈമിൽ തന്നെ ഒരു കൂട്ടം ആളുകളിലേക്ക്, മൾട്ടിപ്പിൾ പീപ്പിളിലേക്കാണ് ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ആകുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ, ആ പേഴ്സൺ ടു അനദർ പേഴ്സൺ, ആ രീതിയിലാണ് ഒരു ചെയിൻ പോലെ പോവുകയാണെങ്കിൽ, ഇവിടെ നമുക്കറിയാം ഇത് ഈ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. ഒരേ സമയം തന്നെ ആശുപത്രിയിൽ ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഒറ്റ സമയം കൊണ്ട് തന്നെ ആ രോഗാണുക്കള് ഒരുപാട് ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നതാണ്? സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു കോമൺ വെഹിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. കോമൺ വെഹിക്കിൾ മീൻസ് കോമൺ ആയിട്ട് ആളുകൾ ഒരേ സമയം ഉപയോഗപ്പെടുത്തുന്ന ഫുഡ് ആവാം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത് ഇപ്പൊ ഫുഡിൽ നിന്നോ വാട്ടറിൽ നിന്നോ മറ്റുള്ള എന്താ പറയാ ഡിവൈസസിൽ നിന്നോ എക്യുപ്മെന്റിൽ നിന്നൊക്കെ എന്ത് നടക്കുകയാണ്? ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഏതാണിത്? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. എന്താണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ? വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? രോഗവാഹകരാണ് കേട്ടോ. രോഗവാഹകർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കൊതുക്, ഈച്ച, ചിള്ള് അല്ലെ? ഇതൊക്കെ എന്താണ്? രോഗവാഹകരാണ്. അവരിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. സോ ദിസ് occurs when such as mosquitoes, flies, rats and other vermin transmit microorganisms. കേട്ടോ. അപ്പൊ പലതവണ ചോദിച്ചതാണ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ മോസ്കിറ്റോസ്, ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് ഈസ് കോൾഡ്. എന്താണ് അതിനെ പറയാ? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്നാണ് പറയാ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? 5 മോഡ് ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? എളുപ്പമല്ലേ ഇത്? ഓക്കെ. അപ്പൊ നമ്മള് അതും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങള് ഇത് മനസ്സിലായില്ലേ? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാണ്ട്. രണ്ടിലൊരു ഇന്റർമീഡിയറ്റ് വരുന്നുണ്ട്. പക്ഷെ ഒരു കോമൺ വെഹിക്കിൾ ആകുമ്പോൾ ഒരേ സമയം ഒരുപാട് ആളുകളിലേക്കാണ്, മൾട്ടിപ്പിൾ പീപ്പിളിലേക്കാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് കേട്ടോ. അതേസമയം ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ടു പേഴ്സൺ ടു അനദർ പേഴ്സൺ, ആ രീതികൾ ചെയ്യുമ്പോഴാണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രിവെൻഷൻ ആണ് കേട്ടോ. ഓക്കെ. 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ എടുക്കുക അല്ലെ? പ്രിവെൻഷൻ നമ്മൾക്ക് നടത്തണം. എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സുകളാണ്? അപ്പൊ നിങ്ങൾക്ക് 8 പോയിന്റുകളാണ് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അത് വേറൊന്നും അല്ല. പോയിന്റിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ആ പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ 8ഓളം പോയിന്റുകൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ജസ്റ്റ് ആ 8 പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന് സാനിറ്റേഷൻ കേട്ടോ. സാനിറ്റേഷൻ. രണ്ടാമത്തത് സ്റ്റെറിലൈസേഷൻ, അണുവിമുക്തമാക്കുക. പിന്നെ മൂന്നാമത്തത് ഐസോലേഷൻ. ഈ വാക്കുകളൊക്കെ നമുക്ക് പരിചയമുണ്ട് അല്ലെ? ഓക്കെ. ഐസോലേഷൻ. പിന്നെന്താണ്? ഹാൻഡ് വാഷിംഗ് അല്ലെ? പിന്നെന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ? യൂസേജ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ പ്രിക്കോഷൻസ് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട ചില മുൻകരുതലുകളെ പറ്റി അവിടെ പറയുന്നുണ്ട്. പിന്നെന്താണ്? യൂസിങ് ആന്റി മൈക്രോബിയൽ സർഫസസ് അല്ലെ? ആന്റി മൈക്രോബിയൽ സർഫസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന ടച്ചബിൾ ആയിട്ടുള്ള ഏരിയകള് ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ട് സൂക്ഷിക്കാം. അണുവിമുക്തം. സ്റ്റെറിലൈസേഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളൊക്കെ ഉണ്ടല്ലോ, സർഫസ്, അതൊക്കെ എന്ത് ചെയ്യാം? ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ട് സൂക്ഷിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ? പ്രസൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ സാന്നിധ്യം അല്ലെ? അതും എന്താണ്? പ്രിവെന്റീവ് മെഷർ ആണ് അല്ലെ? അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് 8ഓളം പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് മാർഗങ്ങൾ എടുക്കാമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. ഇത്രയാണ്
പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. പ്രിവെൻഷൻ. Controlling nosocomial infection is to implement quality assurance or quality control measures to the healthcare sectors, and evidence-based management can be a feasible approach. These are the following ways to prevent HAI. അറിയാലോ, hospital acquired ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി എന്താ പറയാ അഷ്വറൻസും ഒക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ പഠിക്കും? 3rd മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ എന്താണ്, വേറൊന്നുമല്ല ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവിടുത്തെ ക്വാളിറ്റി കൊടുക്കുന്ന സേവനങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തണം, അഷ്വർ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതിനായിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇത് കൊടുക്കുന്നത്, സേവനങ്ങൾ കൊടുക്കുന്നതും ഒരു ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അതാണ് അവിടെ ക്വാളിറ്റി കൺട്രോൾ എന്നും ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആദ്യം നടപ്പിലാക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള നോസോകോമിയൽ ഇൻഫെക്ഷനൊക്കെ തടയാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ക്യാൻ ബി എ ഫീസിബിൾ അപ്രോച്ച്. അതായത് വളരെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാം. അതാണ് ഈ പറയുന്ന സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ ഒക്കെ പറയുന്നത് ആളുകൾ തടയുന്നതിനായിട്ട് സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറെ മാർഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത്തരം ഇൻഫെക്ഷനെ എന്ത് ചെയ്യാൻ പറ്റും? തടയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് പോയിന്റുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് സാനിറ്റേഷൻ, അല്ലെ? സാനിറ്റേഷൻ നമ്മൾ സാനിറ്റൈസർ ഒക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ചതാണ് അല്ലെ കോവിഡ് ഒക്കെ വന്നപ്പോ. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് അല്ലെ. ശുചിത്വം പാലിക്കുക അത് തന്നെയാണ് ഇൻഫെക്ഷനെ തടയാനുള്ള ഒന്നാമത്തെ മാർഗം. നമ്മൾ ഏറ്റവും നീറ്റായിട്ട് വളരെ ഹൈജീൻ ആയിട്ട് വൃത്തിയായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? പെരുമാറും അല്ലെ. നമ്മുടെ ബോഡിയിലായാലും നമ്മുടെ പെരുമാറ്റങ്ങളിലായാലും അതുപോലെ നമ്മുടെ ഡ്രസ്സിങ്സിലായാലും എപ്പോഴും നമ്മൾ എന്ത് പാലിക്കുക? ഹൈജീനിക് ആയിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സാനിറ്റേഷൻ. ഓക്കെ, ജസ്റ്റ് അതില് വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Hospitals must have a sanitation protocols concerning uniforms, equipment, sterilization, washing and other preventive measures. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. ഇപ്പൊ അവിടെ സ്റ്റാഫുകളുടെ യൂണിഫോംസിന്റെ കാര്യത്തിലായാലും അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളുടെ സ്റ്റെറിലൈസേഷൻ കാര്യം നമ്മൾ CSST ഒക്കെ നിങ്ങൾ പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷൻ ആണെങ്കിലും വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റ്, ഇപ്പൊ നമ്മള് ഒരുപാട് ധാരാളം ലിനൻസ്, റെഡ് ലിനൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ. അപ്പൊ വാഷിങ്ങിനായിക്കോട്ടെ മറ്റു പ്രിവെന്റീവ് മെഷേഴ്സിനായിക്കോട്ടെ കൃത്യമായിട്ടുള്ള ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോള് എല്ലാ ഹോസ്പിറ്റലിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. ഇനി എന്താണ്? തറോ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഓർ യൂസ് ഓഫ് ആൽക്കഹോൾ ഡ്രഗ്സ് by all medical personnel before and after each patient contact is one of the most effective ways to fight nosocomial infection. അതായത് നമ്മൾ ഇപ്പൊ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളാണെങ്കിൽ അവര് രോഗികളായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് മുൻപും അതിന് ശേഷവും നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. തറോ ഹാൻഡ് കൈകഴുകലല്ല ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക, കൈകൾ കഴുകുക, അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുക. അതൊക്കെ നമ്മൾ കോവിഡ് കാലത്തൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഇത്തരത്തിലുള്ള നോസോകോമിയൽ ഇൻഫെക്ഷനെ തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, അപ്പൊ സാനിറ്റൈസിങ് സർഫസസ് ഈസ് എ പാർട്ട് ഓഫ് എ കൺട്രോൾ മെഷേഴ്സ് ടു റിഡ്യൂസ് ദ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഇൻ ദ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്സ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്സിൽ നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ തടയുന്നതിനായിട്ട് നമ്മുടെ സമ്പർക്കത്തിൽ വരുന്ന സർഫസസുകളെല്ലാം തന്നെ സാനിറ്റൈസ് ചെയ്യാം, വൃത്തിയാക്കി നമ്മൾ എപ്പോഴും സൂക്ഷിക്കാം. പക്ഷെ ഇവര് പറയുന്നത് നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ പേഷ്യൻസ് കനോട്ട് ബി കംപ്ലീറ്റ്ലി ഐസോലേറ്റഡ് ഫ്രം ദ കമ്മ്യൂണിക്കബിൾ ഏജൻസ്. അപ്പൊ ഇങ്ങനെ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഏജൻസിനെ തടയാനായിട്ട് പറ്റില്ല, പൂർണ്ണമായിട്ടും തടയാൻ പറ്റില്ല. തടയാൻ പറ്റില്ലെന്നല്ല, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തടയാൻ പറ്റില്ല സാനിറ്റേഷൻ പ്രോട്ടോകോൾ മാത്രം ഫോളോ ചെയ്തു. പിന്നെ എന്ത് വേണം? മോർ ഓവർ പേഷ്യൻസ് ആർ ഓഫൺ അഡ്വൈസ്ഡ് ടു മേക്ക് ആന്റിബയോട്ടിക്സ് ആൻഡ് അതർ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ്
to help treat the illness. This may enlarge the selection pressure for the emergence of resistant strains. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ആന്റിബയോട്ടിക്സുകളോ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ മരുന്നുകളോ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് കുറേയും കൂടെ റെസിസ്റ്റന്റ് സ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടെ നമ്മുടെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ വേറെ ഒന്നുമില്ല, പോയിന്റ് പഠിച്ചു വെക്കുക, സാനിറ്റേഷൻ ആണ്. എല്ലാം നമ്മൾ വളരെ സാനിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോളും ഉണ്ട് എല്ലാ കാര്യത്തിനും. പക്ഷെ സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല, പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ഉള്ളിലേക്കൊക്കെ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സാനിറ്റൈസേഷൻ കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സുകളൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കൂ. ക്ലിയർ ആയോ? സാനിറ്റേഷൻ ഡൗൺ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കി സൂക്ഷിക്കുക അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യുക എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റുകള്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് CSST. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നോക്കുക, സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ് അല്ലെ. സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, സ്റ്റെറിലൈസേഷനെ കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ. ഇറ്റ് ഡിസ്ട്രോയ്സ് all microbes on equipment and surfaces through exposure to chemicals and ionizing radiation, dry heat or steam under pressure. പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ CSST പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ എന്താണ് ഈ പറയുന്ന എക്യുപ്മെന്റ്സുകള്, സർജിക്കൽ ടൂൾസ് എല്ലാം എന്ത് ചെയ്ത് ഉപയോഗിക്കുള്ളൂ? സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുള്ളൂ അല്ലെ. എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം? സ്റ്റെറിലൈസേഷൻ ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽസ്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട് അല്ലെ. കെമിക്കൽ ഏജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. അതുപോലെ അയനൈസിങ് റേഡിയേഷൻ അല്ലെ, അയനൈസിങ് റേഡിയേഷൻ ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാം. പിന്നെ ഡ്രൈ ഹീറ്റ് അല്ലെ, ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. ഓർ സ്റ്റീം അണ്ടർ പ്രഷർ, അതായത് സ്റ്റീം അണ്ടർ പ്രഷർ അല്ലെ, ഹൈ പ്രഷറിൽ സ്റ്റീം ആവി കൊടുത്തുകൊണ്ട്. നിങ്ങൾ ഓട്ടോക്ലേവ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചില്ലേ? CSST-ക്കകത്ത് ഓട്ടോക്ലേവ്സ് കണ്ടോ നിങ്ങള്? ഓട്ടോക്ലേവ്സിൽ എങ്ങനെയാണ്? സ്റ്റീം അണ്ടർ പ്രഷർ ആണ് അല്ലെ. അതായത് നല്ല ഹൈ പ്രഷറിൽ നല്ല സ്റ്റീം കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇത്തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണുക്കളെ നശിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതൊരു പ്രിവെന്റീവ് മെഷർ ആണ്. ഓക്കെ. തേർഡ് വൺ എന്താണ്? ഐസൊലേഷൻ. അത് പിന്നെ നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഇഷ്ടംപോലെ ഐസൊലേറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് അല്ലെ. ഐസൊലേഷൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രിവെന്റീവ് മെഷർ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയെ നമ്മള് മറ്റുള്ള ആളുകളിൽ നിന്നുള്ള സമ്പർക്കം ഒഴിവാക്കാൻ അവരെ നമ്മള് സെപ്പറേറ്റ് ചെയ്യാണ് അല്ലെ, ഐസൊലേറ്റ് ചെയ്യാണ്, ഒറ്റപ്പെടുത്താണ്. അവരൊരിക്കലും നമ്മള് മെന്റലി അവരെ നമ്മൾ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്യില്ല, അവരെ ഫിസിക്കലി മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? അവരെ ഐസൊലേറ്റ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ നമുക്ക് വായിക്കാം. ഐസൊലേഷൻ ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻസ് designed to transmit microbes by common routes in hospital. പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു പ്രിവെന്റീവ് മെഷർ ആണ് ഐസൊലേഷൻ അല്ലെ. പല രീതികളിലും ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻസ് വരാം. അങ്ങനെയുള്ള സാധ്യതകൾ കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ബിക്കോസ് ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടേഴ്സ് ആർ more difficult to control. ശരിയാണ് അല്ലെ. അതായത് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്റ്റീവ് ഏജൻസ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് പോലുള്ള രോഗാണുക്കളാണ് ഇൻഫെക്റ്റീവ് ഏജൻസ്. അങ്ങനെയുള്ള ഏജൻസിനെയും ഹോസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ആതിഥേയർ അല്ലെ, അതായത് ഈ രോഗാണുക്കൾ പ്രവേശിക്കുന്ന ശരീരങ്ങള്, അവിടെ വരുന്ന പേഷ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസ്, അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗാണുക്കളെ തടയുന്നതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. തടയാൻ പറ്റില്ല എന്നല്ല, തടയാൻ പറ്റും, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ. അപ്പോ നമുക്ക് ഏറ്റവും പറ്റാവുന്ന ഒരു നല്ല മാർഗം എന്താണ്? interruption of transfer of microbes is directed mainly by എന്താണ്? interruption of transfer of microbes is directly mainly by transmission അല്ലാണ്ട് അവിടെ ഒരു ഐസൊലേഷൻ എന്നാക്കി മാറ്റുക കേട്ടോ. ഐസൊലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും, തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിനെ എന്ത് ചെയ്യാം? ഐസൊലേറ്റ് ചെയ്യുക. അവരുടെ അടുത്തേക്ക് അവരുടെ അസുഖം മാറുന്നത് വരെ ആരും അവരുടെ അടുത്തേക്ക് പോവാതിരിക്കാം. ഓക്കെ.
എക്സാമ്പിൾ ഐസൊലേഷൻ ഓഫ് ഇൻഫെക്റ്റീസ് കേസസ് ഇൻ ഹോസ്പിറ്റൽ. എക്സാമ്പിൾ എന്താ? ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ ഇൻഫെക്റ്റീസ് കേസുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഐസൊലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കോവിഡ് സമയത്ത്, നിപ്പ സമയത്തൊക്കെ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകള് ഐസൊലേറ്റ് ചെയ്തുകൊണ്ടാണ് അവരെ ട്രീറ്റ്മെന്റും മറ്റും കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഐസൊലേഷൻ ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഹാൻഡ് വാഷിംഗ് അല്ലെ. ഹാൻഡ് വാഷിംഗ് എന്താണ്? നമുക്ക് ഒരു 10 പൈസ ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവെന്റീവ് മെഷർ ആണ് അല്ലെ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പമാണ് അല്ലെ. നമുക്ക് സാനിറ്റൈസർ വാങ്ങാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ അല്ലെ ഹാൻഡ് വാഷിംഗ്. നമ്മള് കോവിഡിന്റെ സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള ഹാൻഡ് വാഷിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് ആഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ടിവിയിലും മറ്റും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഹാൻഡ് വാഷിംഗ് എന്ന് വെച്ചാൽ വെറുതെ കൈകളല്ല ഉദ്ദേശിക്കുന്നത്, അതിനതിൻ്റെതായ ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട് അല്ലെ. അത് ഈ ഒരു ചാപ്റ്ററിനകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകളൊക്കെ കഴുകി നമ്മള് പെരുമാറുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രോഗം വരേണ്ട ഫ്രീക്വൻസി ശരിക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഫോളോ ചെയ്തു നോക്കും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകി നമ്മൾ ആ ഒരു നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ഒരു റൂട്ടീന്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമുക്ക് ഈ ചുമയായാലും കോൾഡ് ആയാലും അസുഖമൊക്കെ വരുന്നതിന് ആ ഒരു എന്താ പറയുക ഫ്രീക്വൻസി നമുക്ക് അതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേറെ ചെലവുണ്ടോ? ഇല്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന പറ്റുന്ന ഒരു പ്രിവെന്റീവ് മെഷറാണ് അല്ലെ. അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി is called the single most prime measure to lessen the risk of transmitting skin microbes from one person to another or from one side to അല്ലെ. ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് 8 പ്രിവെന്റീവ് മെഷർ പഠിക്കുന്നതിലും ഈ ഏറ്റവും സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. അതിലൂടെ നമുക്ക് ഒരു സ്കിൻ മൈക്രോബ്സ് അല്ലെ, അതായത് ഇപ്പൊ തൊലികള് സ്കിന് വഴിയായിട്ട് ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ as possible between patient contacts and after contact with the blood, body fluids, secretions, excretions, and equipment articles contaminated by them is a prime factor of infection control and isolation precautions. അത് വേറൊന്നല്ല പറയുന്നത്, പരമാവധി കഴിയാവുന്നിടത്തോളം മാക്സിമം പോസിബിൾ അത്രത്തോളം നമുക്ക് കഴിയാവുന്നിടത്തോളം നമ്മള് പേഷ്യൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് അതിനുശേഷം നല്ല രീതിയിൽ തറോ ഹാൻഡ് വാഷിംഗ്, നല്ല രീതിയിൽ കൈകൾ കഴുകുക. അതുപോലെ ഇപ്പൊ ലാബിലൊക്കെ ആണെങ്കിൽ അവർ കൂടുതലും ബ്ലഡ് അല്ലെങ്കിൽ മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് സെക്രീഷൻസ് ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അതിനുശേഷം അവർ നല്ല രീതിയിൽ കൈകളൊക്കെ കഴുകുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത്തരം ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഹാൻഡ് വാഷിംഗ്. വേറെ എക്സ്പ്ലനേഷൻ കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. അഞ്ചാമത്തെയാണ് എന്ത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, PPE എന്ന് പറയും അല്ലെ. PPEയുടെ ഫുൾ ഫോം അറിയാലോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതെന്താണ്? നമ്മുടെ വ്യക്തിഗത സംരക്ഷണ മാർഗങ്ങളാണ് അല്ലെ. ഓക്കെ, PPE consists of items such as gloves, gowns, mask and eyewear used to make blockades that protect skin, clothing, mucous membranes and respiratory tract from the infectious agents. ഇതിനാണ് നമ്മൾ PPE കിറ്റ് ധരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഗ്ലൗസുകളുണ്ട്, മാസ്കുകളുണ്ട്, ഗൗണുകളുണ്ട് അല്ലെ, ഐവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്കിന്ന്, നമ്മുടെ ക്ലോത്തിങ്, മ്യൂക്കസ് മെമ്പറൈൻ, നമ്മുടെ ആന്തരിക അവയവങ്ങളിലൊക്കെ ചില കവറിംഗ് ആണ് കേട്ടോ. അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വാസനാളം, ഇങ്ങനെയുള്ള ഭാഗങ്ങളെയൊക്കെ ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഗോഗിൾസ് അതായത് കണ്ണടകളാണ് കേട്ടോ, സുരക്ഷ അതായത് സേഫ്റ്റി ഗ്ലാസസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. അങ്ങനെയുള്ള എന്താണ് എക്യുപ്മെന്റ്സ്, ഇത്തരം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ PPEയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് അറിയാലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഗ്ലൗസിനെ പറ്റി അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്താ നോക്കാം? ഗ്ലൗസ്. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, gloves play a pivotal role in the possibilities of transmission of microorganisms. നമുക്കറിയാം, നമ്മൾ ഗ്ലൗസ് ഏതിനകത്ത് പറഞ്ഞു? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിനകത്ത് നമ്മൾ പറഞ്ഞു അല്ലെ. ഗ്ലൗസ് എന്നുള്ളത് നമ്മളെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ശരിയായ രീതിയിൽ ഗ്ലൗസ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ
that will lead to the possibilities of transmission. മൈക്രോ ഓർഗാനിസം അല്ലെ, മൈക്രോ ഓർഗാനിസത്തിന്റെ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, ശരിയല്ല. നമ്മൾ ഗ്ലൗസ് ശരിക്കും ഉപയോഗിച്ചില്ല. ശരിക്കും ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് ഗ്ലൗസ് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമാണ്, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെന്നിരിക്കുന്നത്, നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ പോയി, നമ്മൾ ആ ഗ്ലൗസ് പിന്നീട് എക്സ്ചേഞ്ച് ചെയ്യാതെ അതേ ഗ്ലൗസ് വെച്ച് നമ്മൾ മറ്റൊരു പേഷ്യന്റിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഗ്ലൗസ് നല്ല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം, ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ദോഷവശം. അതുകൊണ്ടാണ് ഗ്ലൗസ് അവിടെ ഒരു എടുത്ത് പറഞ്ഞത്. ഓക്കെ, ആണല്ല. നെക്സ്റ്റ് വരുന്നതാണ് അഡീഷണൽ പ്രിക്കോഷൻസ് കേട്ടോ. ഇനി നമ്മൾ ഈ പറയുന്നതിനൊക്കെ പുറമെ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിനാണ് കേട്ടോ അതിലേക്ക് എടുക്കുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, എയർബോൺ പ്രിക്കോഷൻസ്. നമുക്കറിയാലോ എയർബോൺ പാത്തോജൻസ് ഉണ്ട്, വായുവിലൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്കതിന് പ്രിക്കോഷൻ എടുക്കാം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം. Individual room with a sufficient ventilation. Individual room with a sufficient ventilation. Individual room എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഐസോലേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാം, മറ്റൊരു മുറിയിൽ മാറ്റി പാർപ്പിക്കുക അല്ലെ. ഓക്കെ, അതിന്റെ ഏറ്റവും ഇൻഡിവിജ്വൽ റൂം തന്നെ അവർക്കായിട്ട് കൊടുക്കുക വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻ. അത്യാവശ്യത്തിന് വായുപ്രവാഹമൊക്കെ ഉള്ള ഒരു റൂം ആയിരിക്കണം. ആ റൂമിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. ദിസ് കൺസിസ്റ്റ് ഓഫ് വേർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. അങ്ങനെയുള്ള റൂം എന്ന് പറഞ്ഞാല് പരമാവധി ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലും ഡോർ ക്ലോസ് ചെയ്ത് വെച്ച് വേണം നമ്മൾ അത്തരം റൂം ഉപയോഗപ്പെടുത്താനായിട്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ നെഗറ്റീവ് പ്രഷർ എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലെ. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് പുറത്തുള്ള പ്രഷർ ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആ പുറത്തുള്ള പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. നെഗറ്റീവ് ആണല്ലോ, കുറവാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പുറത്തുള്ള പ്രഷർ, നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ, അതിനേക്കാളും കുറഞ്ഞ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളിപ്പോ എടുക്കുന്ന റൂമിലാണ്, ആ റൂമിലാണെങ്കിൽ അങ്ങനെ, ആ ഏരിയയിലാണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ നമ്മൾ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എയർബോൺ പാത്തോജൻസിന് പുറത്തേക്ക് പോകാനുള്ള, അതിന്റെ പുറത്തേക്കുള്ള വ്യാപനത്തിന് അത് തടയും. അതായത് ഇവിടെ പ്രഷർ കുറവാണ്, ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ഇരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ റൂമാണ്, അവിടെ നെഗറ്റീവ് പ്രഷറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ പുറത്തുള്ള പ്രഷറിനേക്കാളും കുറവാണ് ആ റൂമിന്റെ പ്രഷർ. അപ്പൊ എന്തുണ്ടാവും അറിയോ, ആ റൂമിനകത്തുള്ള പാത്തോജൻസ്, രോഗാണുക്കള് ആ റൂം വിട്ട് പുറത്തോട്ട് പോകില്ല. അതായത് പ്രഷർ കൂടിയ സ്ഥലത്തേക്ക് ഒരിക്കലും പോവില്ല. പ്രഷർ കുറവും, ഇവിടെ പ്രഷർ കുറവും അവിടെ പ്രഷർ കൂടുമ്പോൾ പ്രഷർ ഗ്രേഡിയൻസ് അവിടെ വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രഷർ വ്യത്യാസം വരുമ്പോൾ ഈ പറയുന്ന രോഗാണുക്കൾക്ക് ഒരിക്കലും അങ്ങോട്ട് വ്യാപിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഡോർ ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പൊ ഒരു കാരണവശാൽ ആ രോഗാണുക്കൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമേ തങ്ങി നിൽക്കുന്നുള്ളൂ. ഒരു കാരണവശാലും അവരെ എന്ത് ചെയ്യുന്നില്ല, നോട്ട് എസ്കേപ്പിംഗ് ടു ദ ഔട്ട്സൈഡിലൂടെ അത് പുറത്തോട്ട് വ്യാപിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽ റൂം, അത്യാവശ്യം വായു പ്രവാഹത്തിലുള്ള ഒരു ഇൻഡിവിജ്വൽ റൂം അറേഞ്ച് ചെയ്യുക. പിന്നെന്താണ്, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി ബോൺ ബൈ ദ സ്റ്റാഫ് ബിഫോർ എൻ്ററിംഗ് ദ റൂം. ഇനി അങ്ങനെ ഒരു റൂമിലൊക്കെ മെഡിക്കൽ സ്റ്റാഫുകൾ കയറുന്ന സമയത്ത് ആരാണെങ്കിലും, സ്റ്റാഫുകളാണെങ്കിലും മറ്റു വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള മാസ്കുകൾ ഉപയോഗിക്കാം. നമ്മൾ N95 പോലെയുള്ള മാസ്കുകൾ ഉപയോഗിക്കാം. പിന്നെന്താണ്, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. കൺഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ റൂം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പരിമിതമായിട്ടുള്ള ചെറിയ റൂം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യന്റിനെ പരമാവധി നമ്മളൊരു ചെറിയ റൂമില്, ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ലാണ്ട് അവർക്ക് നിൽക്കാനും തിന്നാനൊക്കെ സ്ഥലം വേണം. അതുകൊണ്ട് ഒരു കൺഫൈൻഡ് റൂമിനകത്തേക്ക് അവരെ എന്ത് ചെയ്യുക, കെപ്റ്റ് ചെയ്യുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു രോഗി നമ്മളിപ്പോ ഒരു വലിയ ഹാളിൽ കൊണ്ടുപോയി അവരെ വെച്ചോന്ന് വിചാരിക്കാം. ഒരു ഹാളിലേക്ക് അവരെ വിട്ടുവന്നിരുന്ന, അപ്പൊ ആ ഹാളിൽ മൊത്തമുള്ള വായു അവിടെ കണ്ടാമിനേറ്റഡ് ആവില്ലേ, അവിടെയുള്ള വായുവിലേക്ക് മുഴുവൻ രോഗാണുക്കൾ വ്യാപിക്കില്ല. അതിന് നല്ലത് നമ്മളൊരു ചെറിയ ഏരിയയിലേക്ക് ഒതുക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള വായു മാത്രമല്ലേ കണ്ടാമിനേറ്റഡ് ആവുള്ളൂ അല്ലെ, ശരിയല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി സ്പ്രെഡിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഒരു കൺഫൈൻഡ് റൂമിൽ ആരെ പാർപ്പിക്കുക, പേഷ്യൻസിനെ കെപ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് എയർബോൺ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുന്നത്.
അതായത് എയറിലൂടെ വരുന്ന രോഗാണുക്കളെ തടയുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്ന ചില പ്രിക്കോഷൻ മുൻകരുതലുകളാണ് ഈ പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അടുത്തതാണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് കേട്ടോ. ഡ്രോപ്ലെറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെയ്യാവുന്ന കാര്യം എന്താണ്? ഡ്രോപ്ലെറ്റ് പുറത്തോട്ട് വരാതെ നമുക്ക് പറ്റുള്ളൂ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ നടത്താനാണെങ്കിൽ എന്ത് വേണം? ഡ്രോപ്ലെറ്റ്സ് പുറത്ത് വരാതെ നോക്കണം. അതിന് നമുക്ക് ചെയ്യാവുന്ന മാർഗം എന്താണ്? മാസ്കുകൾ വെക്കാം. ഇതല്ലേ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതന്നെ. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സാധിക്കുമെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് റൂം തന്നെ. എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് ഒരു പ്രിക്കോഷൻ ആയിട്ട് പറയുന്നത് ഐസൊലേഷൻ തന്നെയാണ്. രോഗം ബാധിച്ച ആളെ നമ്മളൊരു ഇൻഡിവിജ്വൽ റൂമിൽ, ഒരു സെപ്പറേറ്റ് റൂമിലേക്ക് അവരെ നമ്മൾ മാറ്റുക. അവരായിട്ടുള്ള പരമാവധി സമ്പർക്കം നമ്മൾ കുറയ്ക്കാം. ഓക്കെ. പിന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ. അതുപോലെ നമ്മള് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാസ്കുകൾ, സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ സംസാരിക്കുമ്പോഴും അതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നമ്മളുടെ ഡ്രോപ്ലെറ്റ് തെറിക്കാത്ത രീതിയിലുള്ള N95 പോലെയുള്ള സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഉപയോഗിക്കാം. എന്തല്ല? നോട്ട് എ ഗോസ് മാസ്ക്. ഗോസ് മാസ്ക് എന്ന് വെച്ചാൽ ഫാബ്രിക്കിന്റെ മാസ്കുകളാണ് കേട്ടോ. ക്ലോത്ത് മാസ്കുകളില്ലേ, തുണിയുടെ മാസ്കുകൾ, അങ്ങനത്തെ ഉപയോഗിക്കരുത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. പേഷ്യന്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ സഞ്ചാരം അത് നമ്മൾ കുറയ്ക്കാം. അധികം പുറത്തേക്ക് അധികം വിടാതിരിക്കാം. Patient is directed to wear a standard surgical mask whenever he or she leaves the room. ഇനി ആ രോഗി ഇപ്പൊ ഒരു റൂം വിടുമ്പോഴായിക്കോട്ടെ, റൂമിലോട്ട് പോകുമ്പോഴും പുറത്തേക്ക് വരുന്ന സമയത്തൊക്കെ അവരും എന്ത് ധരിക്കുക? സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. നമ്മൾ മാത്രം വെച്ചാൽ പോരാ, അവരും വെക്കാം. അവരും സർജിക്കൽ പറയുന്ന സ്റ്റാൻഡേർഡ് മാസ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അടുത്തതാണ് എന്ത്? കോണ്ടാക്ട് പ്രിക്കോഷൻ ഓർ ഐസൊലേഷൻ അല്ലെ. കോണ്ടാക്റ്റിലൂടെ ഉണ്ടാകുന്ന ട്രാൻസ്മിഷനും അതുപോലെ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം കേട്ടോ. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സാധിക്കുമെങ്കിൽ സെപ്പറേറ്റ് റൂം കൊടുക്കുക. സ്റ്റാഫ് ഷുഡ് വെയർ ഗ്ലൗസ് വെൻ ദേ എന്റർ ദ റൂം. സ്റ്റാഫുകൾ ആ റൂമിലോട്ട് കയറുന്നതിന് മുൻപായിട്ട് ഗ്ലൗസുകൾ ധരിക്കുക. സ്റ്റാഫ് ഷുഡ് വെയർ എ ഗൗൺ during the patient contact or contact with the contaminated surfaces or medical ഗൗണുകൾ ധരിക്കാം. ഡയറക്റ്റ് കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആ ഗൗണുകൾ ധരിച്ചുകൊണ്ട് ഗ്ലൗസും ഗൗണുകളൊക്കെ ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ആ റൂമിലോട്ട് പ്രവേശിക്കാനായിട്ട്. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. ഇനി പേഷ്യന്റുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് മുൻപും അതിനുശേഷം നല്ല രീതിയിൽ തന്നെ കൈകൾ വാഷ് ചെയ്യുക. പിന്നെന്താണ്? ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. റൂമിന് പുറത്തോട്ടുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യാം. എന്നുവെച്ചാൽ രോഗം മാറുന്നത് വരെ അവരെ പരമാവധി നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ ആ ഒരു പ്രത്യേക റൂമിൽ തന്നെ അവരെ പാർപ്പിക്കാം. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഒരു പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇവരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ആളുകൾക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഓരോന്നിനും സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് അവിടെ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ആന്റി മൈക്രോബിയൽ സർഫസസ് കേട്ടോ. ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മള് ടച്ചബിൾ ആയിട്ടുള്ള പ്രതലങ്ങള്, ഹോസ്പിറ്റലിന്റെ സർഫസുകളൊക്കെ ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ട് സൂക്ഷിക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ എപ്പോഴും തുടയ്ക്കലും അടിക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതെന്ത് ചെയ്യാണ്? ഈ പറയുന്ന സർഫസസുകളെല്ലാം തന്നെ ഡിസ്ഇൻഫെക്ട് ചെയ്യാണ് അല്ലെ. Okay. Touch surfaces normally found in hospital rooms, such as bed rails, call button, touch plate, chair, door handle, light switches, lamp rails, intravenous ports, dispensers, dressing trolley, and counters and table tops are not to be contaminated. ഒന്നുമില്ല, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ടച്ച് വരുന്ന ഭാഗങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ബെഡ് റെയിൽ അറിയാലോ, നമ്മുടെ ബെഡിന്റെ ഇവിടെയുള്ള പിടിക്കുന്ന കൈപ്പിടി, അതുപോലെ ബട്ടൺ, കോൾ ബട്ടൺസ് ഉണ്ടായിരിക്കും, ടച്ച് പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും, ഡോറിന്റെ ഹാൻഡിലുകൾ, ലൈറ്റ്, സ്വിച്ച്, ഇത് വേണ്ട എല്ലാം നമ്മൾ കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, മലിനീകരിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെൻസ് touch surfaces in hospital rooms can act as a source of reservoir for the spread of bacteria from the hands of healthcare workers to visitors and visitors to patients. So keep the surface free of microorganisms. എല്ലാ സർഫസും നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്ഇൻഫെക്ട് ചെയ്ത് സൂക്ഷിക്കാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർഫസ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഈ പറയുന്ന രോഗാണുക്കളുടെ ഒരു ഉറവിടമായിട്ടാണ് സോഴ്സിന്
ഈ പ്രതലങ്ങൾ സർഫസുകളൊക്കെ വരുന്നത് അത്തരം സർഫസുകൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡിസ്ഇൻഫെക്ട് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ 7ാമത്തെ പോയിന്റ് ഇവിടെ കഴിയാണ്. ഇനി 8ാമത്തെ പോയിന്റ് ഇതാ. 8ാമത്തെ പോയിന്റ് എന്താന്ന് നോക്കി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട് അല്ലെ, എന്നതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് എന്തുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നൽകുന്നുണ്ട്. ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ ഇൻഫെക്ഷൻ കമ്പോണന്റ് അല്ല കൺട്രോൾ നമ്മൾ കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് is liable for establishing and maintaining infection prevention control and its monitoring, reporting, research and education. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി തന്നെ ഹോസ്പിറ്റലിന് നിലനിൽക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ കമ്മിറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ ഹെഡ് ആരാണ്, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക ചീഫ് സെക്രട്ടറി ആരാണ്, മെമ്പർ സെക്രട്ടറി ആരാണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. ചെയർപേഴ്സൺ ഏത് കമ്മിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏത് കമ്മിറ്റി പഠിക്കുമ്പോൾ അതിന്റെ ചെയർമാൻ ആരാണ്, അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടറി ആരാണ്, അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആരാണ് ഇതിനകത്ത് വരുന്നത്. ചെയർപേഴ്സൺ അല്ലെ, ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ. അപ്പൊ ഹു ഈസ് ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും, ചെയർപേഴ്സൺ അല്ലെ. ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ കമ്മിറ്റിയുടെ എന്ത് ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, ചെയർപേഴ്സൺ ആണ് കേട്ടോ. ഇനി ഒരു കമ്മിറ്റിക്ക് ചെയർപേഴ്സൺ തന്നെ പിന്നെ വേണ്ടത് ഒരു സെക്രട്ടറി ആണ് അല്ലെ. മെമ്പർ സെക്രട്ടറി ആരായിരിക്കും, സീനിയർ മൈക്രോബയോളജിസ്റ്റ്. ആരാണ്, സീനിയർ മൈക്രോബയോളജിസ്റ്റ്. മൈക്രോബയോളജിസ്റ്റുകൾക്ക് രോഗാണുക്കളെ കുറിച്ചുള്ള പഠനമാണല്ലോ മൈക്രോബയോളജി. അവർക്ക് അതിനെ പറ്റി നല്ല ധാരണയുണ്ടായിരിക്കും അല്ലെ. അപ്പൊ സീനിയർ മൈക്രോബയോളജിസ്റ്റ്. ഇനി മറ്റുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ് ഇതിൽ വരുന്ന മെമ്പേഴ്സ്, representation from management and administration അങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള റെപ്രസെന്റേറ്റീവ്സ് ഈ പറയുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. പിന്നെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ സപ്പോർട്ട് സർവീസ്, നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ സപ്പോർട്ടീവ് സർവീസുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ, CSST, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെയാണ് സപ്പോർട്ടീവ് സർവീസ് ആയിട്ട് വരുന്നത്. പിന്നെ അതിനകത്ത് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർപേഴ്സൺ, മെമ്പർ ആരാണ്, മെമ്പർ സെക്രട്ടറി ആരാണ്, ഈ പറഞ്ഞ സീനിയർ മൈക്രോബയോളജിസ്റ്റ്. പിന്നെ എല്ലാ റിലവന്റ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സപ്പോർട്ടിംഗ് സർവീസുകളും ഉണ്ടായിരിക്കും. പിന്നെ ഒരു നാഷണൽ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? അപ്പൊ നമ്മൾ 8 പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഇപ്പൊ പഠിച്ചത് കേട്ടോ. ആ 8 പോയിന്റുകളും ജസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ, പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പിന്നെ യൂസേജ് ഓഫ് ആന്റി മൈക്രോബിയൽ സർഫസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഇതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. നമ്മൾ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ചോദിക്കാം കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്
എന്തൊക്കെയാണ്? അപ്പൊ അതിനകത്ത് 7 പോയിന്റുകൾ പറയുന്നുണ്ട്. അപ്പൊ ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. The infection control program is liable for എന്തൊക്കെയാണ്? ഒന്നാമത്തത് to oversee, coordinate all infection control activities to ensure an effective program. നമ്മുടെ effective program എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ അതിനായിട്ട് ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ചെയ്യാം, ഏകോപിപ്പിച്ച് അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക. ആരുടെ ഉത്തരവാദിത്വമാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റെസ്പോൺസ്. നിങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഹോസ്പിറ്റലിലെ എല്ലാ മേഖലയിലും പെടുന്ന ആളുകളും എന്തിലംഗമാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഭാഗമാണ് അല്ലെ. സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആളുകളുണ്ട് അല്ലെ, അതുപോലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ആളുകളുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സുണ്ട്, ഓഫീസർമാരുണ്ട്, മൈക്രോബയോളജിസ്റ്റുകളുണ്ട് അല്ലെ. അങ്ങനെ എല്ലാ ഒരു ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകള് ഏതിനകത്തുണ്ട്? നമ്മുടെ ഈ പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്കകത്തുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിനെ ഏറ്റവും ഫലപ്രാപ്തിയിലായിട്ട് എത്തിക്കാനായിട്ട് ആ ഹോസ്പിറ്റലിലെ എല്ലാ അണുബാധ നിയന്ത്രണ പരിപാടികളെയും ഏകോപിപ്പിച്ച് മേൽനോട്ടം വഹിക്കുക. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. To oversee, coordinate all infection control activities to ensure an effective program. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? Organize an epidemiological monitoring program for the nosocomial infection. എന്താണ്? Organize an epidemiological monitoring program for the nosocomial infection. ഇത്തരം നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ട് എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. എപ്പിഡമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡമോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് അല്ലെ. ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ ഹെൽത്ത് റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് എ പോപ്പുലേഷൻ. അതായത് ഒരു പോപ്പുലേഷനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് എപ്പിഡമോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് പകർച്ചവ്യാധികള്, നമ്മുടെ ആളുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ് അല്ലെ. അതുപോലെ തന്നെ വെറുതെ കെറ്റിയിട്ട് എവിടെ നിന്നാണ് പകർച്ചവ്യാധികൾ വരുന്നത്, ഹൗ ദേ ഗെറ്റ്, എങ്ങനെയാണ് അവർക്ക് അത് ഉണ്ടാകുന്നത്, ലൈക്ക് ഹൗ ടു കൺട്രോൾ ദാറ്റ് ഇൻഫെക്ഷൻ, എങ്ങനെ നമുക്ക് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു പഠനം, ഇതാണ് എപ്പിഡമോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രത്യേകമായിട്ട് നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ തടയുന്നതിനായിട്ട് ഉള്ള എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ആ ഇൻഫെക്ഷനെ ട്രാക്ക് ചെയ്യാനും മനസ്സിലാക്കാനും അതിന്റെ ആ ഒരു സ്പ്രെഡിങ്ങും എങ്ങനെ വരുന്നു, എവിടെ നിന്ന് വരുന്നു, എങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യാം? നടപ്പിലാക്കാം, സംഘടിപ്പിക്കാം. ഹോസ്പിറ്റൽ അത് സംഘടിപ്പിക്കാം. എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ടാണ് ഫോർ ദ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. അതുപോലെ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളുടെ ഉപയോഗത്തിന് മേൽനോട്ടം വഹിക്കാനായിട്ട് ഫാർമസിയുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്വമാണ്. എന്താണെന്ന് പറയാൻ കാരണം, നമ്മൾ നേരത്തെ പ്രിവെന്റീവ് മെഷർ പറഞ്ഞ സാനിറ്റേഷൻ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഒക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ പ്രോട്ടോകോൾ ഫോളോ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ചില സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെഡിസിൻ എടുക്കേണ്ടി വരും. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ, ആന്റിബയോട്ടിക്സുകൾ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോ അതാണ് ഈ മരുന്നുകൾ തരുന്നത് ആരാ? ഫാർമസി ആണല്ലോ. അപ്പോ ഈ പറയുന്ന ആന്റി ഇൻഫെക്ഷൻസ് ഡ്രഗ്സുകൾ എടുക്കുന്നതിന് വേണ്ടി അതിന്റെ ഉപയോഗത്തിന് ഏറ്റവും മേൽനോട്ടം വഹിക്കാനായിട്ട് ഫാർമസി വേണം അല്ലെ. ആ ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക എന്നതും ആർക്ക് ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നതാണ്. ഇതാണ് പറയുന്നത് കേട്ടോ. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. നാലാമത്തെ പോയിന്റ് ഇതാണ്. മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്.
അതായത് നമ്മൾ ഓരോ പേഷ്യന്റിന്റെയും അപകട സാധ്യത റിസ്ക് ലെവൽ ഉണ്ടാവും, ഓരോരുത്തർക്കും ഒരു രീതിയാണ് അല്ലെ. അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും അപകട സാധ്യതയ്ക്ക് അനുസരിച്ചുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ആരോഗ്യ പരിചരണങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞപ്പോ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ആളുകള്, റിസ്ക് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലെ. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പഠിച്ചല്ലോ. അതായത് കുറെ നാൾ ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോ ട്രോമ പേഷ്യൻസ്, അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ്, അതായത് കോമ പേഷ്യൻസ്, കൂടുതൽ കാലം ICU സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസ്, വയസ്സ് കൂടുതലുള്ള ആളുകൾ, അവർക്കൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പൊ ഓരോ പേഷ്യന്റിന്റെ റിസ്ക് ലെവല് വ്യത്യാസമുണ്ട്. ചെറുപ്പക്കാരുടെ പോലെ ആയിരിക്കില്ല പ്രായം ചെന്ന ആൾക്കാർക്ക്, എല്ലാവർക്കും പേഷ്യന്റിന്റെ റിസ്ക് ലെവൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താ പറയുന്നത്, ഓരോ പേഷ്യന്റിന്റെയും റിസ്ക് ലെവലിനനുസരിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പരിചരണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഒരു 30 വയസ്സായ ഒരാളും 70 വയസ്സിന് മുകളിലുള്ള ഒരാളും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ്, 70 വയസ്സുള്ള ആളുകൾക്ക് പെട്ടെന്ന് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് അതിനനുസരിച്ചുകൊണ്ടുള്ള പരിചരണങ്ങൾ വേണം നമ്മൾ കൊടുക്കാൻ. ഓക്കെ, അതാണ് അവർ പറയുന്നത് കേട്ടോ. പേഷ്യന്റ് റിസ്കിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. പിന്നെ 5ാമത്തെ പോയിന്റ് എന്താണ്, ചെക്ക് ദ എഫിക്കസി അഥവാ എഫിഷ്യൻസി എന്ന് കറക്റ്റ് ആണ് കേട്ടോ. ചെക്ക് ദ എഫിക്കസി ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എഫിക്കസി ഓഫ് സിസ്റ്റംസ്. നമ്മുടെ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് തടയുന്നതിനായിട്ടുള്ള ഡിസ്ഇൻഫെക്ഷൻ അതുപോലെ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളുടെയൊക്കെ കാര്യക്ഷമത ചെക്ക് ചെയ്യുക, ഉറപ്പുവരുത്തുക. വെറുതെ ഡിസ്ഇൻഫെക്ഷൻ നടത്തിയതുകൊണ്ടോ വെറുതെ സ്റ്റെറിലൈസേഷൻ നടത്തിയതുകൊണ്ടോ കാര്യമില്ല. അത് വളരെ ഫലവത്തായിട്ടുള്ള രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ നമ്മൾ നടപ്പിലാക്കണം അല്ലെ. അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ടത്, അതിന്റെ ഫലപ്രാപ്തി, അതിന്റെ ഒരു കാര്യക്ഷമത അത് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഓക്കെ, 6ാമത്തെ പോയിന്റ് നോക്കിയേ, ഡെവലപ്ഡ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻലിനെസ്, taking part in the development and provision of the teaching programs for the medical, nursing and associated health personnel as well as other categories of staff. എന്താണ് പറയുന്നത്, നമ്മള് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകള്, നഴ്സിംഗ് സ്റ്റാഫുകള്, മറ്റ് അനുബന്ധ മെഡിക്കൽ ജീവനക്കാര് അല്ലെ, മറ്റൊരു വിഭാഗ ജീവനക്കാര് എല്ലാവരും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഭാഗമാണ്. ഇവരെല്ലാവരും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ ഡോക്ടർമാര് മാത്രം, നഴ്സുമാർ മാത്രം അങ്ങനെയില്ല. ഒരു ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെയുള്ള എല്ലാ ആളുകളും ഒരുപോലെ അതിന്റെ ഭാഗമായിരിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാംസ് എന്നുവെച്ചാൽ ഈ പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അതിന്റെ പങ്കാളിത്തം വഹിക്കുന്നതിനും ഒക്കെ എന്ത് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം. അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത്, ഡെവലപ്ഡ് ടു എൻഹാൻസിന് വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്ലീൻലിനെസ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ശുചിത്വം അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ കൺട്രോൾ ഉറപ്പുവരുത്താൻ, ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ നഴ്സിംഗ്, മറ്റ് മെഡിക്കൽ അനുബന്ധ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, അതിന് പങ്കാളിത്തം വഹിക്കുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, 7ാമത്തെ പോയിന്റ് എന്താണ്, provide expert analysis and leadership assistance for the smaller institution അല്ലെ. അതായത് ഇപ്പൊ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞ കമ്മിറ്റികളൊക്കെ നിലവിലുണ്ട്. ഇനി വളരെ ചെറിയ സ്മോൾ ഹോസ്പിറ്റൽസിലൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള വലിയ കമ്മിറ്റിയോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ മാത്രമല്ല, ചെറിയ ക്ലിനിക്കുകളായിരിക്കാം അല്ലെ, റീഹാബിലിറ്റേഷൻ സെന്ററുകളായിരിക്കാം, നഴ്സിംഗ് ഹോമുകളൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഏത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, വളരെ സ്മോളർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പേർട്ട് ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും ഈ ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികളൊക്കെ വലിയ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുള്ള കമ്മിറ്റികൾ ഉണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റു പല ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, എക്സ്പേർട്ട് ആയിട്ടുള്ള ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, ലീഡർഷിപ്പ് പിന്തുണ കൊടുക്കുക, അതൊക്കെ ഈ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു പോയിന്റ്? നമ്മുടെ ഹോസ്പിറ്റലിലെ
ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമുകൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റികളെ കോർഡിനേറ്റ് ചെയ്യുക, അല്ലെ, ഉപയോഗിച്ച് അതിന് മേൽനോട്ടം വഹിക്കാം. അതുപോലെ തന്നെ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ എന്ത് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാൻ, അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. പിന്നെ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളുടെ ഉപയോഗത്തിന് മേൽനോട്ടം വഹിക്കാനായിട്ട് ഫാർമസിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ഓരോ രോഗിയുടെയും അപകട നിലവാരത്തിന് അവരുടെ റിസ്ക് ലെവലിനനുസരിച്ചുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള പരിചരണം അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഹോസ്പിറ്റലിലെ ഡിസ്ഇൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാമുകൾ, അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ സ്മോളർ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള എക്സ്പേർട്ട് അനാലിസിസ്, അവർക്ക് വേണ്ട ലീഡർഷിപ്പ്, അല്ലെ, മേൽനോട്ടം, എന്തിനു വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ടുള്ള ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങള്, ലീഡർഷിപ്പ് അസിസ്റ്റൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ് കേട്ടോ. അത് ശരിക്കും നമുക്ക് വേറെ കാര്യമൊന്നുമില്ല, അതിന് ചോദ്യമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരില്ല. പക്ഷെ ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മൾ ഫോളോ ചെയ്യേണ്ട, നമ്മൾ ഹാൻഡ് വാഷിംഗ് ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ട് പറഞ്ഞിട്ടാണ്, അല്ലെ. അപ്പൊ അതിൻ്റെതായ ഒരു സിസ്റ്റമാറ്റിക് രീതിയുണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിക്ചറായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പിക്ചറിൽ പറഞ്ഞിരിക്കുന്ന ഓർഡറും ഇവിടെ ഇരിക്കുന്ന ഓർഡറും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. അതായത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോവാം, വേറെ ചോദ്യമൊന്നും അതിനകത്ത് വരാനില്ല കേട്ടോ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്താണ്? ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ, അതിന് വായിക്കാം കേട്ടോ, പിക്ചർ അതിന് ശേഷം പറയാം. adequate amount of solution you take in your അതായത് സോപ്പ് സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ എടുക്കുക, അത് ആവശ്യത്തിന് കയ്യിൽ എടുക്കുക. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. പാം ടു പാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പിക്ചറിനകത്ത് അത് വരുന്നത്? ഏത് പിക്ചറിനകത്ത് അത് വരുന്നത്? പാം ടു പാം റബ്ബിങ് ഏതിനകത്താ വരുന്നത്? ഈ പിക്ചറാണ് കേട്ടോ. രണ്ടാമത്തെ പിക്ചർ വരുന്നത് ഈ പിക്ചറിനകത്താണ്. രണ്ടാമത്തെ പിക്ചർ പാം ടു പാം നമ്മളിങ്ങനെ ചെയ്യില്ലേ, ഈ രീതിയിൽ നമ്മൾ ചെയ്ത് ഫിംഗേഴ്സ് ഇട്ടുള്ള പാം ടു പാം ട്ടോ. ഇങ്ങനെ പാം വയസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ റബ്ബ് ചെയ്യുക കേട്ടോ. ഇതാണ് സോറി രണ്ടാമത്തെ പിക്ചർ കറക്റ്റ് ആണ് കേട്ടോ. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ആണ്. ഫിംഗേഴ്സ് ഇന്റർലോക്ക് എന്ന് പറയുന്നത് ഈ പിക്ചറാണ് കേട്ടോ. കണ്ടോ, ഫിംഗേഴ്സ് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൈകൾ ഇങ്ങനെ വാഷ് ചെയ്യാം. ദെൻ എന്താണ്, ബാക്ക് ഓഫ് ദി ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാർട്സ് വിത്ത് ഇന്റർലൈസ്. അതുപോലെ ഈ രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റ് പാർട്സ് വെച്ച് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. പിന്നെ റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തം ഗ്രിപ്ഡ് വിത്ത് ലെഫ്റ്റ് തം ആൻഡ് വൈസ് വേഴ്സ, ഇങ്ങനെ വാഷ് ചെയ്യാം. ഓക്കെ, then rotational rubbing backward and forward with the clasped finger of right hand in the left palm and counterwise കേട്ടോ. ഈ രീതിയിൽ ഏഴാമത്തെ പിക്ചർ കണ്ടോ നിങ്ങള്, അതാണ് നമ്മള് പാമ്പിന് ഇങ്ങനെ വട്ടത്തില് റൊട്ടേഷൻ, ഒരു സിസ്റ്റമാറ്റിക് രീതിയാണ് കേട്ടോ. വെറുതെ തോന്നിയ രീതിയിലുള്ള കൈകഴുകലല്ല, സിസ്റ്റമാറ്റിക് വേ ഓഫ് വാഷിംഗ് ആണ്. റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷൻ, റിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൈത്തണ്ടയാണ് കേട്ടോ. അതിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടില്ല. കൈത്തണ്ട വരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം, കഴുകണം. ഓക്കെ, പിന്നെ റബ്ബ് നെയിൽസ് ബൈ യൂസിങ് സോഫ്റ്റ് ബ്രഷ്. കയ്യിൽ നഖമുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നഖങ്ങളെ റബ്ബ് ചെയ്യണം. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി, ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് റൈറ്റ് ഹാൻഡ്സ് കറക്റ്റ്ലി. പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകി ആ കയ്യിൽ വെച്ച് നമ്മൾ ടാപ്പ് അടയ്ക്കാൻ നിൽക്കരുത്. പകരം നമ്മൾ നമ്മുടെ എൽബോ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ടാപ്പ് അടയ്ക്കുക കേട്ടോ. അത് എഴുതിയിരിക്കുന്നത് കാര്യം എങ്ങനെയാണ്, പിക്ചറിൽ വേറെ രീതിയിലാണ് കേട്ടോ. പിക്ചർ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ. ഓടിച്ചൊന്ന് വായിച്ചു പോവാം. വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ, കൈ നനയ്ക്കുക. അപ്ലൈ ഇൻ സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസസ്, എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. റബ്ബ് ഹാൻഡ്സ് പാം ടു പാം, കണ്ടോ പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് പാം ടു പാം വാഷ് ചെയ്യാം. റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോർസൽ വിത്ത് ഇന്റർലൈസ്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ഇത് ആ പിക്ചറിൽ കാണുന്നത് പോലെ കേട്ടോ. പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലൈസ്ഡ്, ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ് വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തം clasped in right palm and vice versa. Rotational rubbing backwards and forwards with clasped fingers of right hand in left palm and vice versa. Rinse hands with water. Then dry thoroughly with a single towel. Towel ഉപയോഗിച്ച് നമ്മൾ നല്ല വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് കൈകൾ ഡ്രൈ ചെയ്യാം.
യൂസ് ടവൽ ടു ടേൺ ഓഫ് ഫോസറ്റ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ കൈ വാഷ് ചെയ്ത് ആ കൈയും വെച്ച് നമ്മൾ ടാപ്പ് അടയ്ക്കരുത് അല്ലെ, അതിന്റെ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് അത് അടയ്ക്കാം. Then now your hands are safe and free. നിങ്ങളുടെ കൈകള് വളരെ സേഫ് ആണ്, ഫ്രീ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഈ രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പെട്ടെന്ന് ചോദിച്ചോളൂ. അപ്പം ഇനി നമുക്ക് എടുക്കാനുള്ളത് മെഡിക്കൽ ടെർമിനോളജിയാണ്. അത് മിക്കവാറും നമുക്ക് ഷെയർ ചെയ്തെടുക്കാം. എനിക്ക് തന്നിരിക്കുന്ന പോർഷൻസ് തീർന്നിട്ടുണ്ട് ഫസ്റ്റിലും സെക്കൻഡിലും. ഇനി മെഡിക്കൽ ടെർമിനോളജി അതൊരു വലിയ ചാപ്റ്റർ ആണ്. അത് മിക്കവാറും എല്ലാ ടീച്ചേഴ്സും കൂടെ ഷെയർ ചെയ്തെടുക്കുമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.